ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തൊക്കെ മസാലകൾ നോക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, നാരങ്ങാനീര്, ഉപ്പ്, പിന്നെ തൈര്. മസാലകളെല്ലാം ചിക്കനിൽ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് സവാളയും അണ്ടിപ്പരിപ്പും വറുത്തെടുക്കാം. ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചിക്കനിൽ മസാലയെല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള മസാല തയ്യാറാക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10-12 വെളുത്തുള്ളി, ഒരു 5-6 പച്ചമുളക്, കുറച്ച് ചുവന്നുള്ളിയും ചതച്ചത് ചേർക്കാം. നന്നായി വഴഞ്ഞു വന്നതിന് ശേഷം സവോള ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. സവോള നന്നായി വഴറ്റിയതിന് ശേഷം മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ആഡ് ചെയ്യാം. കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കാം. മസാലകളുടെ പച്ചമണം മാറിയതിന് ശേഷം തക്കാളി ആഡ് ചെയ്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് മല്ലിയില, പുതിനയില അരിഞ്ഞതും തൈരും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത കുറച്ച് സവാളയും ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലൊരു ഗ്രേവി തയ്യാറാക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കുറച്ച് നെയ്യ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യാം. അരി നന്നായി വാഷ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ കുതിർക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. പാത്രത്തിലേക്ക് ഗീ ആഡ് ചെയ്ത ശേഷം സ്പൈസസ് ആഡ് ചെയ്യാം. ഇതിലേക്ക് 2 പച്ചമുളക്, 2 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു പകുതി സവാള കൂടി ആഡ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച അരി ചേർത്ത് നെയ്യിലൊന്ന് വഴറ്റി കൊടുക്കാം. ഞാനിവിടെ ഗീ റൈസ് ഉണ്ടാക്കുന്ന മോഡലിലാണ് റൈസ് കുക്ക് ചെയ്യുന്നത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യാം.